നടൻ കൃഷ്ണകുമാറിന്റെ മകൾക്കുമെതിരായ പരാതിയിൽ ജീവനക്കാരുടെ വാദം പൊളിയുന്നു. കേസിലെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കേസിൽ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് മ്യൂസിയം പോലീസ് ജനം ടിവിയോട് പറഞ്ഞു. അതേസമയം ജീവനക്കാർ കൂടുതൽ പണം തട്ടിയെടുത്തതായി സംശയമുണ്ടെന്ന് കൃഷ്ണകുമാർ പ്രതികരിച്ചു. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ ബാങ്ക് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു. കഴിഞ്ഞ 1 വർഷമായി ജീവനക്കാർ നടത്തിയ ബാങ്ക് ട്രാൻസാക്ഷൻ പോലീസ് ശേഖരിച്ചു. ഇതിൽ ക്രമക്കേട് നടന്നിട്ടുള്ളതായിട്ടുള്ള കണ്ടെത്തലാണ് പോലീസിന് ലഭിച്ചത്. കേസിലെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർ പണം തട്ടിയെടുത്തു എന്ന നിഗമനത്തിലാണ് പോലീസ്. മൂവരുടെയും അക്കൗണ്ട് പരിശോധിച്ചതിൽ മൂവരും പണം പരസ്പരം കൈമാറിയതായിട്ടുള്ള വിവരവും പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതികളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം നിരത്തിക്കൊണ്ടാകും ചോദ്യം ചെയ്യൽ. നിലവിൽ മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. 2 ദിവസത്തിനുള്ളിൽ കേസിൽ വ്യക്തത വരുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം ജീവനക്കാർ കൂടുതൽ തുക തട്ടിയെടുത്തു എന്ന സംശയമുള്ളതായി കൃഷ്ണകുമാർ പറഞ്ഞു. ജീവനക്കാർ തങ്ങളുടെ പ്രീമിയം കസ്റ്റമറുമായി നേരിട്ടിടപാടുകൾ നടത്തിയതായും സംശയമുണ്ട്. യുവതികളുടെ ബാങ്ക് വിവരങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഇതിൽ വ്യക്തതയുണ്ടാകൂ എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഇനി യാതൊരു വിട്ടുവീഴ്ചയില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കൃഷ്ണകുമാറും ദിയ കൃഷ്ണകുമാറും ജനം ടിവിയോട് പറഞ്ഞു. ചീറ്റിംഗ് കേസ് എന്താ ചെയ്യേണ്ടത്? ആ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ചീറ്റ് പണം കൊണ്ടുപോയ ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചാൽ അവർ തന്നെ പല ചാനലിലും പറയുന്നത് ഞങ്ങളുടെ QR കോഡ് വെച്ച് പണം എടുക്കാൻ ദിയ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പണം എടുത്തു, അവരെടുത്തിരിക്കുന്നു. ശരി, ദിയയ്ക്ക് ഞങ്ങൾ എന്നും ക്യാഷായിട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ വിഡ്രോ ചെയ്ത് തരും. ഈ വിഡ്രോയിലും ഇതിനകത്ത് വന്നിരിക്കുന്നതും സ്റ്റേറ്റ്മെൻറ്റിൽ വരും. ഇത് രണ്ടും മാച്ച് ചെയ്യിച്ചാൽ പ്രശ്നം തീരും. വിഡ്രോയിലില്ല, ഇവർ വേറെ ആരെങ്കിലും പേരിലോട്ടാണ് മാറ്റിയിരിക്കുന്നതെങ്കിൽ അവരെ ചോദ്യം ചെയ്താൽ എല്ലാ വിവരവും കിട്ടും. ഇനി ഒരു ഒത്തുതീർപ്പിനും നമ്മളില്ല. പൈസ പോകുന്ന പോട്ടെ, ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ മൈൻഡാണ് ഇവർ. ഈ സമൂഹത്തിൻ്റെ തന്നെ അപകടമാണ്. ജീവനക്കാരായ വനിതകൾ പണം തട്ടിയെടുത്തു എന്നാരോപിച്ച് നേരത്തെ ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും മ്യൂസിയം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഉപഭോക്താക്കൾക്ക് സ്ഥാപനത്തിലെ QR കോഡിന് പകരം സ്വന്തം അക്കൗണ്ട് നൽകി 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. ഇതിനു പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ മറ്റൊരു പരാതി ജീവനക്കാരികളും പോലീസിന് നൽകി. കൃഷ്ണകുമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ചാണ് കേസ്. ഈ 2 കേസും അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികളുടെ അവകാശവാദം തെറ്റാണെന്ന കണ്ടെത്തലിൽ പോലീസ് എത്തിച്ചേർന്നത്. ജനം, തിരുവനന്തപുരം.